500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ അസാധുവാക്കിയതിലൂടെ ജനങ്ങൾ ബുദ്ധിമുട്ടിൽ. ചെറിയ നോട്ടുകളുടെ ക്ഷാമം റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിനെ ബാധിച്ചു. ലോട്ടറി നറുക്കെടുപ്പും KSFE ചിട്ടി ലേലങ്ങളും മാറ്റിവെച്ചതായി ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. സുനിൽ അരുമാനോട് ചേരുന്നു. സുനിൽ, പറയൂ. സുരാജ്, സംസ്ഥാനത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ വന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവരെയാണ് ഇതിപ്പോൾ സാരമായി ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ രാവിലെ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ നൽകിയവർക്കൊക്കെ ടിക്കറ്റ് നൽകിയിരുന്നു. അത്തരത്തിൽ അവർ 100-ൻ്റെയും 50-ൻ്റെയൊക്കെ നോട്ട് മാറ്റി നൽകുന്ന നടപടികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ തന്നെ വലിയൊരു ശേഖരം, അതായത് ഏകദേശം 10 ലക്ഷത്തിലധികം രൂപ ഈ 2 നോട്ടുകൾ മാത്രമായി വന്നിരിക്കുകയാണ്. മറ്റ് ചെറിയ നോട്ടുകൾ നൽകാനായി ഇവരുടെ പക്കലില്ല. ഇവർക്ക് SBI ആണ് ക്യാഷ് കൊടുക്കുന്നത്. SBIയോട് ഇവർ ക്യാഷ് ആവശ്യപ്പെട്ടെങ്കിലും അത് ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ്. RBIയുടെ അനുമതിയോട് കൂടി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷം ടിക്കറ്റ് എടുക്കുന്നവർക്ക്, അതായത് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ സ്ഥിതി തന്നെയാണ് KSRTCയിൽ ലോങ് റൂട്ടുകളിൽ പോകുന്നവർക്കും ഉണ്ടായിരിക്കുന്നത്. ആശുപത്രികളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വന്നിരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഈ രോഗികൾ, അഡ്മിറ്റ് ചെയ്ത രോഗികൾ ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്യാഷ് അടയ്ക്കുന്നതിൽ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നു. കാർഡ് ഉള്ളവർക്ക് മാത്രമേ അത്തരത്തിൽ ഡിസ്ചാർജ് വാങ്ങി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പ്രൈവറ്റ് ആശുപത്രിയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. മറ്റ് ഒരു ഇടപാടുകളും ഇന്ന് പ്രത്യേകിച്ച് ATMൻ്റെ ഇടപാടില്ല. അതുപോലെ തന്നെ ബാങ്കിങ് ഇടപാടും ഇന്ന് ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇന്ന് തന്നെ ബാങ്കുകളിൽ പുതിയ 2000-ൻ്റെ നോട്ടും അതുപോലെ കൂടുതൽ 100 രൂപ നോട്ടും എത്തിക്കുന്ന നടപടികളിലേക്ക് പോകും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു മേഖല തടസ്സപ്പെട്ടിരിക്കുന്നത് ഹോട്ടൽ അതുപോലെ നിർമ്മാണ മേഖലയിലാണ്. പലർക്കും ഹോട്ടലുകളിൽ പോകുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ പണം അവർക്ക് നൽകാൻ കഴിയാതെ പല ഹോട്ടലിലും അത്തരത്തിൽ ബോർഡും വെച്ചിട്ടുണ്ട്. 500-ഉം 1000 രൂപയുടെ നോട്ടുകൾ സ്വീകരിക്കുകയില്ല എന്ന ബോർഡും സ്ഥാപിച്ചിരിക്കുന്ന ഹോട്ടലുകളും തലസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളുണ്ട്. നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഇവർക്ക് വൈകുന്നേരം ശമ്പളം നൽകുന്ന കാര്യത്തിൽ അവർക്ക് കോൺട്രാക്ടർമാർ എല്ലാം ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിൽ ശമ്പളം നൽകുന്നത് 100 രൂപ നോട്ട് അവരുടെ കയ്യിലില്ല. ബാങ്കിൽ നിന്ന് അവർക്ക് ഈ ഒരു സമയത്ത് തന്നെ അവർക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം പല ടിക്കറ്റ് കൗണ്ടറുകളും ഇപ്പോൾ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ചില്ലറ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അവർ പല കൗണ്ടറും അടച്ചിട്ട് ചേഞ്ച് ഉള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ടിക്കറ്റിലാണെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ടിക്കറ്റുകൾക്കാണെങ്കിൽ അത്രയും ഈ 1000-ഓ 500 രൂപയോ അവർക്ക് അത് ഈടാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ടിക്കറ്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിൽ പറയാൻ പറ്റുന്നത്. മറ്റു വിവരങ്ങൾ പങ്കുവച്ചത്.